ഇന്ന് ഞാൻ ഒരു യാത്രയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറാവാണ്. അങ്ങനെ 2 റക്അത്ത് സുന്നത്തൊക്കെ നിസ്കരിച്ചിട്ട് നമ്മൾ ഇറങ്ങുകയാണ്. ജാക്കറ്റൊക്കെ ഇട്ടു, ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഇതാ കാറിൽ കയറി. എൻ്റെ ജോലിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ പോകുന്നത് ഫുക്കോക്ക, ജപ്പാനിലെ ഫുക്കോക്ക എന്ന് പറയുന്ന ഒരു സിറ്റിയിലേക്കാണ്. അപ്പം ഞാനിപ്പോൾ ഉള്ളത് നഗോയ എന്ന് പറയുന്ന സ്ഥലത്ത്. അപ്പോൾ എൻ്റെ റൂമിൽ നിന്ന് എനിക്ക് എയർപോർട്ടിലേക്ക് പോകണം. ജപ്പാനിൻ്റെ ഒരു ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് എടുത്തിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പം എയർപോർട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കിയ ട്രാൻസ്പോർട്ടേഷനൊക്കെ നോക്കിയപ്പോൾ നമുക്ക് ബസ്സിൻ്റെയും ട്രെയിനിൻ്റെയും കൂടെ തന്നെ ബോട്ട് സർവീസും എയർപോർട്ടിലേക്ക് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ മാപ്പ് നോക്കിയപ്പോൾ വെള്ളത്തിലായിട്ടാണ് ഈ ഒരു എയർപോർട്ടും ഇവർ നിർമ്മിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എയർപോർട്ടിലേക്ക് ഇഷ്ടം പോലെ ബോട്ട് സർവീസ് നമുക്ക് അവൈലബിൾ ആണ്. അത് മാത്രമല്ല, നമ്മൾ ആദ്യമായിട്ടാണ് ജപ്പാനിൽ വന്നിട്ട് ബോട്ട് യാത്ര ചെയ്യുന്നത്. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആവുമെന്ന് വിചാരിച്ചിട്ട്, അത് മാത്രമല്ല ടിക്കറ്റിന്റെ റേറ്റ് ഒക്കെ ഏകദേശം നമുക്ക് സെയിം ആയതുകൊണ്ട് ബോട്ട് തന്നെ തിരഞ്ഞെടുക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ നമ്മൾ ബോട്ടിലേക്ക് നടക്കുകയാണ്. ഈ കാണുന്ന ബോട്ടിലാണ് നമ്മൾ എയർപോർട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇവിടുത്തെ 3000 yen, നാട്ടിൽ 1700 രൂപയുടെ അടുത്തൊക്കെയാണ് ബോട്ടിന്റെ ടിക്കറ്റ് വരുന്നത്. അകത്തേക്ക് കയറി നോക്കി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ കമ്പാർട്ട്മെന്റുകളാണ്. അപ്പോൾ നമ്മൾ ഒരു സീറ്റ് സെലക്ട് ചെയ്യണം. കുറച്ച് മുമ്പോട്ട് പോയിട്ട് ഇരിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു സീറ്റ് സെലക്ട് ചെയ്തിട്ട് അവിടെ ഇരിക്കുകയാണ്. എൻ്റെ ഒരു ഹാൻഡ് ലഗേജ് ഉണ്ട്, 7 കിലോൻ്റെ ഒരു ഹാൻഡ് ലഗേജ്. അങ്ങനെ അവിടെ ഇരുന്നു. ബോട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് കൂടി ഉണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന സമയത്താണ് ഒരു അനൗൺസ്മെന്റ് വന്നത്, സീറ്റ് ബെൽറ്റ് ഇടാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ടിട്ട് യാത്രയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറാവാണ്. ജപ്പാനിനെ കുറിച്ച് കൂടുതൽ അറിയാനും ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ ഇഷ്ടമുള്ള ആൾക്കാർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോട്ടാ. ഫൈനലി 10 മണി ഇതാ ബോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് മൂവ് ആവാൻ തുടങ്ങി. ആൾക്കാർ കുറവാണ് കേട്ടോ, അധികം പേരൊന്നുമില്ല. എയർപോർട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അത്യാവശ്യം കുറച്ച് ആൾക്കാർ മാത്രമേ ബോട്ടിലുള്ളൂ. പുറത്തേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും, നല്ല അടിപൊളി ക്ലൈമറ്റ് ആണ്, നല്ല മൂടിയ ക്ലൈമറ്റ്. ഒരുപാട് കപ്പലുകളും ബോട്ടുകളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. ഫൈനലി ഒരു 45 മിനിറ്റിന്റെ യാത്രയ്ക്ക് ശേഷം നമ്മൾ എയർപോർട്ടിലെത്തി. വിമാനങ്ങളൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇതാണ് എയർപോർട്ട്, നഗോയ ഇന്റർനാഷണൽ എയർപോർട്ട്. നമ്മുടെ ബോർഡിങ്ങിന്റെ ഒരു 45 മിനിറ്റ് മുമ്പ് തന്നെ നമ്മൾ എയർപോർട്ടിലെത്തി. അങ്ങനെ ഇതാ ബാഗ് എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇവിടെയും നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. കുറച്ച് നടക്കാനുണ്ട്. ടെർമിനൽ 2 പോയിട്ട് നമുക്ക് ഗേറ്റിലേക്ക് ബോർഡിംഗ് പാസ് ഒക്കെ എടുത്താണ്. അപ്പം ഗേറ്റിലേക്ക് പോയാൽ മതി. അപ്പോൾ അടുത്ത വീഡിയോയിൽ ജപ്പാനിന്റെ സ്വന്തം ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് ആയ ജെറ്റ് സ്റ്റാർ എന്ന് പറയുന്ന വിമാനത്തിന്റെ യാത്രയിലെ എക്സ്പീരിയൻസ് ഒക്കെ നിങ്ങൾ കാണുന്നതായിരിക്കും.